ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ തേടുന്നു അന്തിനിലാവളിയേ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ബന്ധം പുതുക്കാൻ വന്നതല്ല, നിന്നെയും മോളെയും ഒന്ന് കാണണം തോന്നി. പിന്നെ നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. പോകുമ്പോ കരഞ്ഞോണ്ട് പിറകെ വന്ന് തിരിച്ചു വിളിക്കുന്നു കരുതിയോ? ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ദുവിനതില്ല. എന്തേ ഇപ്പോഴിങ്ങി പോരാൻ കാരണം? ഇതുവരെ ഇല്ലാത്ത ഇന്ദുവിനെ മോളെയും ഇപ്പോഴെങ്ങനെ ഓർമ്മ വന്നു? മറ്റവളോടൊപ്പമുള്ള സഹവാസം മടുത്തോ? അതോ അവൾ ആട്ടി പുറത്താക്കിയോ? ഇപ്പൊ എന്തു പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല. പെട്ടെന്നൊന്നും അത് ബോധ്യപ്പെടുത്താനും ആവില്ല. പറഞ്ഞോ, മടുക്കോളം പറഞ്ഞോ. എല്ലാം കേൾക്കാൻ ഞാൻ വിധിക്കപ്പെട്ടവനാ. എന്താ നിങ്ങൾ പറയാൻ പോണേ? എന്താ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ പോന്നെ? ഞാൻ പറഞ്ഞതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നോ? എനിക്കിനി ഒന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഒന്നും പറയണ്ട. പറഞ്ഞാ ഞാനതൊട്ട് വിശ്വസിക്കുകയില്ല. കാണണ്ട എനിക്ക് നിങ്ങളെ. വയ്ക്കോ, ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കരുത്. എന്റെ മനസ്സിൽ ഇനി ഇങ്ങനൊരു ഗോപനില്ല. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങള്? ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഭ്രാന്തിയെ തീരും. കടന്നു പോകുന്നുണ്ടോ ഇവിടുന്ന്?
നരകത്തീനെന്നെ കരകേറ്റിയിടേണം തിരുവയ്ക്കം വാഴും ശിവശംഭോ. ശിവശിവ എന്നു പറയാവാതല്ല മഹാമായ തൻ്റെ പ്രകൃതികൾ. മഹാമായ മീട്ടിട്ടരുളേണം നാദ തിരുവയ്ക്കം വാഴും ശിവശംഭോ. മോളെ, അച്ഛൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, പോയ പിന്നെ അച്ഛനെ ഞാൻ എങ്ങനെ കാണുന്നേ? അച്ഛൻ പോണ്ട, അച്ഛനെ ഞാൻ വീടില്ല. മോള് വിഷമിക്കാതെ, പോയാലും അച്ഛൻ വരും. വേണ്ട, വീടില്ല ഞാൻ. എന്താ മോളെ എങ്ങനെ? അച്ഛൻ പറയുന്ന കേക്ക്. അച്ഛൻ പോയിട്ട് പിന്നെ വരാം. അച്ഛൻ പോയ അമ്മുക്കുട്ടി അച്ഛനോട് ഇനി മിണ്ടില്ല, അല്ലെങ്കിൽ അമ്മുക്കുട്ടിയും വരും കൂടെ. എന്റെ ഈശ്വര, വല്ലാത്തൊരു തൃശങ്കു സ്വർഗത്തിലാണ് നീ എന്നെ എത്തിച്ചിരിക്കുന്നത്. ഗോപ, എന്താ ഇതൊക്കെ? കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ ഗോപന്റെ കാര്യം. എന്നേക്കാൾ ലോകം കണ്ട ആളല്ലേ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരണോ? ഞാൻ പിന്നെ എന്ത് വേണമെന്നാ വേണു പറയുന്നത്? ചാവാനും വിടില്ല, കൊല്ലാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ അത്. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ. അവളുടെ എല്ലാ കാര്യങ്ങളും ഗോപൻ അറിയാവുന്നതല്ലേ. ആ ഒരു പൊട്ടിത്തെറി താൽക്കാലികം മാത്ര, ഒരു ഡിപ്രഷൻ. എല്ലാം പെയ്തൊഴിയുമ്പോ തീരും. ഒരർത്ഥത്തിൽ ഈ പൊട്ടിത്തെറി നല്ലതാ. ഇല്ലെങ്കിൽ എല്ലാം മനസ്സിലടക്കി പിടിച്ച് വീണ്ടും ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അവൾ എത്തിയാലോ. വേണിച്ചിട്ട് അച്ഛനോട് ഒന്ന് പറയ പോണ്ടാന്ന്. അച്ഛൻ വന്നപ്പോ മോൾ എന്തുമാത്രം സന്തോഷിച്ചെന്നോ. ഇനി പോയാ ഇല്ല, ഇനി പോവില്ല. അച്ഛൻ അമ്മുക്കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഉണ്ടാവണം. അമ്മൂനെ വീണ്ടും അച്ഛനില്ലാത്ത കുട്ടിയാക്കരുത്. സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സ് ഗോപനുണ്ടാവണം. ഇത് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പരീക്ഷണഘട്ടമാണ്. ഇത് പാതി വഴിയിലിട്ട് ഗോപൻ പോയി കളയരുത്. പിന്നെ നമ്മളെ ശ്രമിച്ചതിനെല്ലാം ഒരർത്ഥവും ഇല്ലാണ്ടാവും. ഇനിയെല്ലാം ഗോപന്റെ തീരുമാനം പോലെ ഇരിക്കും. ആലോചിച്ചോളൂ. എന്തു വേണോന്ന് നന്നായി ആലോചിച്ചോളൂ. മോളെ, സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അല്ല, മോളെന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഏയ്, ഒന്നുമില്ല അമ്മായി. അതല്ല, എന്തോ മൂക്ക് വിഷമമുണ്ട്. അമ്മായി ഇരിക്കെ. അല്ല, ഞാൻ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇന്ദുവിന്റെ അസുഖം ഭേദമായി. അവൾക്ക് അവളുടെ ഗോപേട്ടനെ തിരിച്ചു കിട്ടി. അമ്മുക്കുട്ടിക്ക് അവളുടെ അച്ഛനെ. പക്ഷേ ഞാൻ മാത്രം. എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടും അമ്മായി. മോളെ പോലെ തന്നെയാ അമ്മായിക്കുണ്ട് അവന്റെ കാര്യം ഓർക്കുമ്പോ തീരാത്ത വിഷമം. എനിക്ക് ആകെ ഉള്ള ഒരു ഉടപ്പറന്നോനാ. ഒരുപാട് കാലത്തിന് ശേഷമാണ് എനിക്ക് അവനെ തിരിച്ചു കിട്ടിയത്. ഓപ്പോളെ എന്നുള്ള അവന്റെ ഉള്ളിൽ തട്ടുന്ന വിളി കേൾക്കുമ്പോ എന്റെ ഉള്ളിലുള്ള സന്തോഷം എങ്ങനെ മോളെ, എങ്ങനെ ഞാൻ പറഞ്ഞറിയിക്കും? അത്രയ്ക്ക് ജീവനാ അവന് ഞാനെന്ന് വെച്ച. അവനിവിടെ വന്നപ്പോഴാ ജീവിതത്തിൽ ഒരാളും അർത്ഥം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി തുടങ്ങിയത്. സുഖവും ദുഃഖവും പങ്കിടാൻ കൂടെ ഒരു തുണയെ കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസം.
സത്യം പറഞ്ഞ അവനോടൊപ്പം ഇരുന്ന് കൊതി തീർന്നില്ല എനിക്ക്. അപ്പോഴേക്കും വന്നില്ലേ വിധി പോലീസിന്റെ വേഷത്തിൽ എന്റെ ഗോവിന്ദനെ കൊണ്ടുപോവാൻ. ഒരർത്ഥത്തിൽ നമ്മളെ രണ്ടാളും തുല്യ ദുഃഖിതരാ. ചിലപ്പോ തോന്നും ആർക്ക് വേണ്ടി ഇനി ജീവിക്കുന്നെന്ന്. മോളെ അങ്ങനെയൊന്നും പറയല്ലേ. മോളെ ഈ അമ്മായിക്ക് വേണം. എന്റെ കണ്ണടയും വരെ മോളെ എന്റെ അടുത്തുണ്ടാവണം. എന്തിനും ഏതിനും ഇപ്പൊ എനിക്ക് എന്റെ മോളേ ഉള്ളൂ. ഗോവിന്ദന് വേണ്ടി നമ്മൾ ഒഴുക്കുന്ന കണ്ണീര് ഭഗവാൻ കാണാതിരിക്കൂ? ഇല്ലമ്മായി, ഭഗവാൻ ഒന്നും കാണുന്നില്ല. കണ്ടിരുന്നെങ്കിൽ നമ്മൾ ഇത്ര അധികം അനുഭവിക്കണോ? അന്വേഷണമൊക്കെ കഴിഞ്ഞ അവന് ജാമീൻ കിട്ടുമെന്നല്ലേ വക്കീല് പറഞ്ഞത്? എന്തോ കിട്ടിയെങ്കിൽ പറയാം. കിട്ടും മോളെ, കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിൽ ആ പ്രാർത്ഥനയുള്ള എപ്പോഴും. എന്റെ അച്ഛന് വേണ്ടി ഇനി ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. ഞാനും അതെ മോളെ, ദിവസവും ഉള്ളൊരുകി വിളിക്കുന്നുണ്ട് എന്റെ ഗോവിന്ദന് വേണ്ടി. ഉള്ളുരുക്കി വിളിക്കുന്നത് ഗോവിന്ദ മാഷിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, വേണിക്കും കൂടി വേണ്ടിയല്ലേ? മാഷെന്താ ഉദ്ദേശിച്ചത്? അല്ല, ആ വിളി ദൈവം കേട്ടുന്ന തോന്നുന്നേ. ഇതാ തനിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഈശ്വരാ, എന്താ വിശ്വാസം വരുന്നില്ലേ? തുറന്നു നോക്ക്. അമ്മായി, എനിക്ക് ജോലി കിട്ടി. ഭഗവാൻ കാത്തു. നന്ദിയുണ്ട് മാഷേ, ഒരുപാട് നന്ദിയുണ്ട്. മരണം വരെ എന്നും ഈ കടപ്പാട് എനിക്കുണ്ടാവും. ഇതിലെന്താ കടപ്പാടിന്റെ കാര്യം? ഞാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. പോരെ, ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ട? എന്റെ മോനെ ദൈവം അനുഗ്രഹിക്കും. അച്ഛനിതറിയുമ്പോ എന്ത് സന്തോഷായിരിക്കും. ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് അല്ലേ മോളെ? അച്ഛന് സന്തോഷമായി. പക്ഷേ ഒരു കുറ്റവാളിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണമല്ലോ നല്ലൊരു കാര്യത്തിന് പോകാൻ. ആരാ പറഞ്ഞത് അച്ഛൻ കുറ്റവാളിയാണെന്ന്? ആരാ ഇനിയും പറയാൻ ബാക്കി? എന്റെ മോള് പറയില്ലായിരിക്കും. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ ഞാൻ കുറ്റവാളി തന്നെയല്ലേ? അച്ഛൻ ഈ അവസ്ഥയിൽ ഇവിടെ കഴിയുമ്പോ ജോലിക്ക് പോകാനൊന്നും എനിക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെ പറയരുത് മോളെ. നിന്റെ മുന്നിൽ ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ 4-5 പേര് നിൽപ്പില്ലേ നിന്നെ ആശ്രയിച്ചുകൊണ്ട്? അവരെ നമുക്ക് മറക്കാൻ പറ്റുമോ? മറന്നിട്ടല്ല അച്ഛ, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. അമ്മായിയുടെ മക്കളുടെയും കാര്യം ഓർക്കുമ്പോ ജോലിക്ക് പോവാതിരിക്കാനും കഴിയുന്നില്ല. അത്രയ്ക്കുണ്ട് അവിടുത്തെ പ്രാരാബ്ധങ്ങൾ, ഒന്ന് കഴിയുമ്പോ ഒന്ന്. അങ്ങനെ എപ്പോഴും ഉണ്ടാവും ഓരോരോ പ്രശ്നങ്ങള്. എന്തായാലും എന്റെ മോള് സന്തോഷത്തോടെ പോയിട്ട് വാ. സന്തോഷോ? എന്റെ അച്ഛൻ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോഴോ? അതിനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എന്റെ അച്ഛൻ ഈ അഴിക്കുള്ളിൽ നിന്ന് പുറത്തു വരണം. എന്റെ അച്ഛന്റെ കാല് തൊട്ട് വന്ദിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ അച്ഛ. അത്ര വലിയ കാരാഗ്രഹത്തിലായി പോയല്ലോ നമ്മുടെ ജീവിതം. കരയില്ലേ മോളെ? അച്ഛന്റെ അനുഗ്രഹം മനസ്സുകൊണ്ടുണ്ടല്ലോ നിനക്ക്. പിന്നെന്തിനാ കാല് തൊട്ട് വന്നിക്കുന്നത്? എന്റെ മോള് നിറഞ്ഞ മനസ്സോടെ പോയിട്ട് വാ.
ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ. അങ്ങനെ ഇപ്പൊ വലിയ ജോലിക്കാരിയെ ഞെളിഞ്ഞു നടക്കണ്ട. എന്റെ അച്ഛനെ എനിക്ക് കിട്ടി. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താ? എന്റെ മുത്തശ്ശനെ കൂടി എനിക്ക് വേണം. പാവം, എന്ത് നല്ല മുത്തശ്ശനാണെന്നറിയോ? അമ്മുക്കുട്ടിയെ ജീവന മുത്തശ്ശന്. എന്റെ അമ്മക്കുട്ടിയെ പിന്നെ ആർക്കാ ഇഷ്ടമില്ലാതിരിക്കുക? അച്ഛന്റെ ചുന്ദരി മണിയല്ലേ നീ. മുത്തശ്ശൻ എന്നാ വരിക അച്ഛാ? അത് അധികം താമസിയാതെ വരും. എന്തിനാ മുത്തശ്ശനെ പോലീസ് കൊണ്ടുപോയത്? മുത്തശ്ശൻ പഴയ സ്കൂൾ മാഷല്ലേ. എന്തെങ്കിലൊക്കെ കാര്യങ്ങള് പോലീസുകാർക്ക് ചോദിച്ചു മനസ്സിലാക്കാറുണ്ടാവും. അതിന് എത്ര ദിവസം വേണോ? കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ അവർക്ക്, അല്ലാതെ എങ്ങനെ വിടുക? അമ്മുനും മുത്തശ്ശനെ കാണാൻ തിരക്കായി. എന്ത് നല്ല മുത്തശ്ശനാ. അമ്മുക്കുട്ടിക്ക് കൊറേ കഥകൾ പറഞ്ഞു തരാറുണ്ട്. ആ, അച്ഛൻ അറിഞ്ഞോ? എന്ത്? വേണിച്ചിട്ടയ്ക്ക് ജോലി കിട്ടിയ പിന്നെ നമുക്കൊക്കെ സുഖമായിട്ട് കഴിയാലേ അച്ഛാ? അങ്ങനെ സുഖമായിട്ട് കഴിയാൻ വിടില്ല ഞാൻ. കിട്ടിയ ജോലി ഇതോടെ തീരണം. അസുഖമൊന്ന് ഭേദമായി വരുമ്പോഴേക്കും അടുക്കളപ്പണി തുടങ്ങിയല്ലേ? കട്ടിലിന്ന് ഇറങ്ങേ വേണ്ട, കൈ നനയ്ക്കേ വേണ്ടെന്ന് പറഞ്ഞാ കാര്യം നടക്കുമോ മോളെ? ആര് ചെയ്യുന്നു പറഞ്ഞാ കാത്തിരിക്കേണ്ടേ? നേരാ നേരത്തിന് എന്തെങ്കിലും കഴിക്കണമെങ്കിലേ ബാക്കിയുള്ളവരുടെ കൈ തന്നെ വേണം. എന്തായാലും അമ്മ ഇന്ന് വലിയ ഉഷാറില്ല. ഈ ഉഷാർ വേറൊന്നുമല്ല, മോക്ക് നല്ലൊരു ജോലി കിട്ടില്ലേ അതിന്റെയാ. അതിനുവേണ്ടി അമ്മായി ഇനി പ്രാർത്ഥിക്കാനില്ലാത്ത ദൈവങ്ങളില്ല. മോള് നാളെ ജോലിക്ക് പോകാനുള്ള ദിവസമല്ലേ? ശ്രീകണ്ഠേശ്വരന് അർച്ചനയും ധാരയും കൂവളമാലയും കൂട്ടുപായസവും എല്ലാം മോളുടെ പേരിൽ നേർന്നിട്ടുണ്ട്. മോള് ജോലിക്ക് പോകുന്നത് വലിയ കമ്പനിയില. അതെ, MRC ഗ്രൂപ്പ് എന്ന് പറയും. MRC എന്നൊരാളുടെ പേരില എല്ലാം. എന്റെ ഈശ്വര, ഭഗവാൻ രക്ഷിച്ചു മോളെ. ഇനി നാളെ ചെന്ന് ജോയിൻ ചെയ്താൽ ഒരു സമാധാനാവും അമ്മായി. ഒരു സമാധാന കുറവും വേണ്ട, മോള് മിടിക്കുക. എല്ലാവർക്കും മോളെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മോളെ, ദാ അമ്പലത്തിലെ പ്രസാദമാ. മോള് വേഗം റെഡി ആയിക്കോ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങാം അമ്മായി. ഹരിമാഷ് കൂടെ വരുന്നില്ലേ? വരുന്ന പറഞ്ഞത്. എന്നാ മോള് പോയിട്ട് വാ. അല്ല, അമ്മായി ഇതെവിടേക്കാ? വീണ്ടും എടുത്തു കുപ്പി ഭരണി സഞ്ചിയൊക്കെ. ഞാൻ എന്റെ ജോലിക്ക് പോവായിരുന്നാ പറ്റുമോ മോളെ? കിടപ്പിലായതിനു ശേഷം ഒന്നും നേരെ ചൊവ്വായിട്ടില്ല. അമ്മ ഇനി ഒരിടത്തും പോണ്ട. ഞാൻ ജോലിക്ക് പോകുന്നില്ലേ, പിന്നെന്തിനാ അമ്മായി കഷ്ടപ്പെടുന്നേ? എന്ന് പറഞ്ഞാ എങ്ങനെയാ മോളെ? മോള് ജോലിക്ക് പോവാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇനി ഒരു മാസമെങ്കിലും വേണ്ടേ മോളെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ?
അതുവരെയുള്ള കൈച്ചെലവിന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതൊന്നും ഓർത്ത് അമ്മായി വിഷമിക്കണ്ട. ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നടന്നാ പോരെ. എന്നാലും ഒരെന്നാലും ഇല്ല. അമ്മ ഇനി കച്ചവടത്തിന് പോകുന്നില്ല. ഞാൻ സമ്മതിക്കില്ല. ശരി മോളെ, ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ മോളെ, ജോലിക്കുള്ള കടലാസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എല്ലാം ഈ ഫയലിലുണ്ട് അമ്മായി. ആ വരട്ടെ. മോൾ പോയി. ഗുരുവായൂരപ്പ.